ആ, റിനി റിനി നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനവുമായൊക്കെ രംഗത്തെത്തിയിരുന്നു. പക്ഷെ ഇന്നലെ റിനി CPM വേദിയിലേക്ക് റിനിയുടെ ഒരു യാത്ര അതിനെ എങ്ങനെയാണ് കാണുന്നത്? റിനി എന്തായാലും ഭാവിയിൽ ഇനിയിപ്പോ നല്ലുണ്ട്. കാരണം ഇനിയിപ്പോ MLA-യോ MP-യോ അല്ലെങ്കിൽ നാട് ഭരിക്കുന്ന ഒരു മന്ത്രിയൊക്കെ ആകാനൊരു ചാൻസ് ഉണ്ട്. കാരണം കോൺഗ്രസിന്റെ ഒരു എന്താ പറയാ നല്ലൊരു ഭാവിയുള്ള ഉയരങ്ങളിലേക്ക് ഒരുപാട് രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന മാങ്കൂട്ടത്തിനെ താഴെ ഇറക്കിയിട്ട് അതിൽ കൂടി കിട്ടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് കോൺഗ്രസിനെ എന്താ പറയാ സീറ്റുകൾ കിട്ടാതിരിക്കുക, അവരുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക, അതിൽ കൂടി മൂന്നാമതൊരു പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാമതൊരു ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വരണമെന്ന് മുൻകൂട്ടി കണ്ടതിന്റെ അജണ്ടകളാണ്. നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് അജണ്ടകളുടെ പുറത്താണ് ഇത് വന്നിരിക്കുന്നതെന്ന്. എന്തായാലും മെൻസ് അസോസിയേഷൻ ശക്തി പകരാൻ വേണ്ടി നിന്ന് റിനിയെ ഇനി വേണമെങ്കിൽ ഒരുപക്ഷെ ഇനിയിപ്പോ മെൻസിനെ വരികയാണ് November 19 നമുക്ക് ക്ഷണിക്കാമെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്തായാലും ഭാവിയിലെ ഒരു മുഖ്യമന്ത്രിയൊക്കെ ആവാനുള്ള ചാൻസ് ഉള്ള ഒരു പെൺകുട്ടിയല്ലേ. അപ്പോൾ ഇപ്പോഴേ നമ്മളെ സംഘടനയിലെ കൂട്ടിച്ചേർത്ത് നമുക്കും ഒരു പിന്തുണ കൊടുക്കാമെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ കോൺഗ്രസ്സുകാരൊന്നുമല്ല, ഞാൻ വ്യക്തമായ ഒരു ഇടതുപക്ഷക്കാരനാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെ നമ്മൾ വോട്ടൊന്നും ചെയ്യാറില്ല. കാര്യം പുരുഷന്മാർക്ക് നീതി കിട്ടാത്തതാണ് ഏതൊരു സർക്കാർ ഭരിച്ചാലും. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നതാണ് ഒരു സർക്കാരിനെ താഴെ ഇറക്കാനും അല്ലെങ്കിൽ ഒരു മന്ത്രിയെയോ MLA-യോ പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുന്ന നാറിയ കളി. ഇത് നമ്മൾ സരിതാ നായർ മുതലാണ് നമ്മൾ വ്യക്തമായിട്ട് നോക്കി കണ്ടതെന്ന് തോന്നുന്നു. മുൻപ് ചില കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സരിതാ നായർ മുതലാണ് കുറച്ച് രൂക്ഷമായിട്ട് വന്നിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അതിന്റെ ഒരു അവസാനത്തെ കണ്ണിയാണ് റിനി എന്ന് പറയുന്നത്. റിനിയെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മുൻപ് സംശയമായിരുന്നു. ഇപ്പോ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസിന്റെ MLA-മാരെ ഇനി നിയമസഭയിൽ നിൽക്കുമ്പോൾ അവരെല്ലാവരും തോൽക്കണം. അവർക്ക് എന്താ പറയാ ഇവരെല്ലാവരും വലതുപക്ഷത്തിലുള്ള എല്ലാവരും സ്ത്രീ പീഡകരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കുക, അതിൽ കൂടി സ്ത്രീകളുടെ വോട്ടുകൾ കിട്ടാതാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് റിനിയെ ഇപ്പോഴത്തെ ഈ നാറിയ കളിക്ക് ഇറക്കി വിട്ടതെന്നുള്ള വ്യക്തമാണ്. റിനി തന്നെ പറഞ്ഞിട്ടുണ്ട് റിനിയുടെ ഫാമിലി ഇടതുപക്ഷക്കാരാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് പ്രതിപക്ഷ നേതാവിനോട് ഭയങ്കര ആരാധനയും സ്നേഹവും ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നുള്ളത് ഇനി ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാം. ഇനി എന്താ പറയാ അരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും മനസ്സിലാക്കാം ഇതൊക്കെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ആരോപണം ഉന്നയിച്ചത്. അതിൽ കൂടി അദ്ദേഹത്തിനുണ്ടായ നഷ്ടവും അതിന്റെ നേട്ടവും അനുഭവിക്കാൻ പോകുന്നത് ഈ പെൺകുട്ടിയും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷെ ഇവരൊക്കെ തിരിച്ചറിയാനുള്ള മനസ്സ് നമ്മുടെ മലയാളികൾക്ക് ഉണ്ടാവണം. ഇവരൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇലക്ഷന് നിന്നാൽ അല്ലെങ്കിൽ നിൽക്കുന്നവരെ അവരുടെ ഇതുപോലുള്ള നാറിയ കളി കളിച്ചവരെ അവരെയൊക്കെ പരാജയപ്പെടുത്തണം. കച്ചിത്തുരുമ്പിൽ പോയി അടുപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. റിനി ഇന്നലെ പിന്നെ CPM-ന്റെ വേദിയിലെത്തിയവർ റിനി പറഞ്ഞത് എനിക്കങ്ങനെ വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല രാഹുൽ മാങ്കൂട്ടം, എനിക്ക് 1-2 മെസ്സേജ് അയച്ചു, ഞാൻ ബ്ലോക്ക് ചെയ്തു. പക്ഷേ എന്നെ പോലുള്ള ഒരുപാട് സ്ത്രീകളെ അയാൾ ദുരുപയോഗം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തതായി എനിക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് തുറന്നു പറയാൻ തയ്യാറായത് എന്നുള്ളതാണ്. ഇത് അറിഞ്ഞിട്ട് കുറെ നാളായി കാണുമല്ലോ. എന്താണ് ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയം വരെ റിനി മൗനമായിരുന്നതിന്റെ പിന്നിൽ എന്താണ്? അല്ല, റിനി ഇത്രയും നാൾ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നാണ്. ഇപ്പൊ ചെയ്തു എന്നാണ് പറയുന്നത് അല്ലേ? ചെയ്തു എന്നാണ്. ഇപ്പൊ അതാണ് പറയുന്നത്. ഓന്തിനേക്കാളും വളരെ വേഗം നിറം മാറാനുള്ള കഴിവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോൾ വ്യക്തമായിട്ട് മറുപടി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞ വാക്കാണ്. ഇപ്പൊ പറയുന്നു ബ്ലോക്ക് ചെയ്തു എന്ന്. അവർക്ക് തന്നെ ഒരു നിലപാടില്ല. മാങ്കൂട്ടം പറയുന്നതെന്ന് പറഞ്ഞാല് റിനി എന്റെ സുഹൃത്താണ് എന്നാണ് പറയുന്നത്. അപ്പൊ സുഹൃത്തിന് ഇവർക്ക് അപ്പൊ മോശമായിട്ട് ഒരു രീതിയിലും മോശം അവസ്ഥ ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്ക് മോശം അവസ്ഥ ഉണ്ടായി എന്ന് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? ഇവരോട് പറയുന്നതെല്ലാം സത്യമാണെന്നുള്ളതാണോ? സ്ത്രീകൾ പറയുന്നതെല്ലാം സത്യമാണോ? അതെങ്ങനെ കണ്ണുടച്ച് വിഴുങ്ങാൻ പാടുണ്ടോ? അത് പാടില്ലല്ലോ. അവിടെ നമ്മൾ ഏതൊരു കാര്യം ഒരു ആരോപണം ഉന്നയിച്ചാലും ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിനും അമ്മയുണ്ട്, സഹോദരിയുണ്ട്, മറ്റ് സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ
പുരുഷന്മാരായിട്ടുള്ള ഒരുപാട് പേര് ഫാമിലിയിൽ ഉള്ളതല്ലേ, അവരുടെയൊക്കെ മുൻപിൽ നാറുന്നൊരു ഇടപാടല്ലേ കാണിക്കുന്നത്. അദ്ദേഹം ആത്മഹത്യയുടെ വക്കിലോട്ട് പോകുന്ന ഒരു അവസ്ഥയല്ലേ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം രാഹുൽ ഈശ്വറിന് കൊടുത്ത വോയിസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി, ഉറങ്ങിയിട്ട് എത്ര ദിവസമായി. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ, പുരുഷന്മാര് മരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നമ്മുടെ അടുത്തുള്ള ഒരു സ്റ്റേറ്റില് ഒരു 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 യുവാവ് ഇന്നലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കാമുകി വ്യാജ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ട്രെയിനിന്റെ മുന്നിൽ ചാടി അദ്ദേഹം, ഒരു സുന്ദരനായ ഒരു യുവാവ്. അതുപോലുള്ള അവർക്ക് യഥാർത്ഥ ബുദ്ധിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ മരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തെ ഈ രീതിയിലാക്കിയ ആളെ കൊണ്ടുവേണം പോകാൻ, അല്ലാതെ അല്ല ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് മരിച്ച് ഒരു ഭീരുമായിട്ട് എന്തിനാ മരിക്കണം? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അല്ല മരിക്കേണ്ടത്, മരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടം മരിച്ചില്ല, അതായത് അങ്ങയുടെ എന്തായാലും മാനസികമായിട്ടുള്ള പിന്തുണ ആരോഗ്യ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ അവർക്കൊക്കെ സമാധാനമാകുമോ? അതാണല്ലോ ഇപ്പൊ കാണുന്നത്. സ്ത്രീകൾക്ക് അഭിമാനം എന്ന് പറയുന്നത് ഇപ്പൊ കുറവാണ്, കുറച്ചു പേർക്കാണ് കേട്ടോ അഭിമാനം കുറവാണ്. പക്ഷെ പുരുഷന്മാർ അഭിമാനികളാണ്. ഇപ്പൊ പ്രണയം എന്ന് പറയുന്നത് ആരോട് എപ്പോഴും വേണമെങ്കിലും ആർക്കും തോന്നാവുന്ന കാര്യമല്ലേ. അങ്ങനെ ഒരു വികാരം തോന്നുമ്പോൾ അദ്ദേഹത്തിന് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞോ പറയാതെയോ എന്റെ അടിസ്ഥാനത്തിലായാലും കിടപ്പറ പങ്കുവയ്ക്കുന്നത് ശരിയാണോ? അത് ശരിയല്ല ഒരിക്കലും. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ളത് ചെയ്യേണ്ടത്. അതിന് മുന്നേ ചെയ്തിട്ട് എന്നെ പീഡിപ്പിച്ചു, എനിക്ക് മെസ്സേജ് അയച്ചു, എന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ ക്ഷണിച്ചു എന്നൊക്കെ പറയുന്ന അതിനു വേണ്ടി നിന്നു കൊടുക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു പുരുഷനും അനാവശ്യ കാര്യങ്ങൾ പറയില്ല. സ്ത്രീകൾക്ക് എപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾക്ക് ഒരു പുരുഷൻ മോശമായിട്ട് വരും എന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുമല്ലോ എന്താണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ആദ്യമേ വരുമ്പം തന്നെ എന്താണെന്നുള്ള മറുപടി കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ വിഷയമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. ഇവിടെ അതല്ല നടന്നിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി വരെ പറഞ്ഞത് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിനിക്ക് ഉൾപ്പെടെ സംരക്ഷണം കൊടുക്കും. അപ്പൊ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മൾ ഈ നാറിയ കളി കളിച്ചൊന്നും അല്ല ഇലക്ഷൻ സമയത്തിന് വിജയിക്കേണ്ടത്. അല്ലാതെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താൽ, ജനങ്ങളുടെ കൂടെ നിന്നാൽ, ജനപ്രതിനിധികൾ ജനങ്ങളുടെ കൂടെ നിന്നാൽ, സർക്കാർ ജനങ്ങളുടെ കൂടെ നിന്നാൽ തീർച്ചയായിട്ടും 3-മതോ 4-മതോ ഒക്കെ ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ട് ഇവിടെ കേരളത്തിൽ. അപ്പൊ അത് മനസ്സിലാക്കി മാന്യമായിട്ടുള്ള രീതിയിൽ പോകണം. ഈ പെണ്ണ് കേസിൽപ്പെടുത്തി നാറിയ കളി കളിക്കാതെ മാന്യമായിട്ട് ഡീസന്റ് രാഷ്ട്രീയമായിട്ട് കണ്ട് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക. അല്ലാതെ ഇവർ രാജാക്കന്മാരൊന്നുമല്ല, ജനങ്ങളുടെ ജനപ്രതിനിധികളാണ്. ജനങ്ങളില്ലെങ്കിൽ ഈ ജനപ്രതിനിധികളില്ല, മന്ത്രിമാരില്ല, MLA ഇല്ല, MP ഇല്ല. അത് മനസ്സിലാക്കണം. ഈ മെൻസ് സ്റ്റേഷനെ റിനിയോട് പറയാനുള്ളത് എന്താണ്? റിനിയെ ഇപ്പൊ എന്തായാലും ഈ ഇപ്പത്തേക്ക് ആയ സ്ഥിതിക്ക് ഞാൻ സംഘടനയുമായിട്ടൊന്ന് ആലോചിച്ചിട്ട്, നമ്മുടെ മറ്റുള്ള മെമ്പർമാരൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മെൻസ് റാലിക്ക് ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട് മുഖ്യ അതിഥിയായിട്ട്. എന്തായാലും പുള്ളിക്കാരിക്ക് മെൻസ് അസോസിയേഷൻ ഒന്ന് ശക്തിപ്പെടുത്തണമെന്നല്ലേ പറഞ്ഞത്. അതിനുള്ള സാഹചര്യം ഞാൻ തന്നെ കൊടുത്താലെന്നൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാര്യം CPM വന്നു, ഇനിയിപ്പോ നാളെ ഇവിടുത്തെ മുഖ്യമന്ത്രി ആവോ ഇല്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം മാങ്കൂട്ടം ആ രീതിയിലോട്ട് വരേണ്ട ഒരാളായിരുന്നു. അയാളെ തകർത്ത ഒരു വ്യക്തിയല്ലേ. ഇനി പുള്ളിക്കാരി ഏത് അതും ചവിട്ടി ഇനിയിപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്ത് കയറി ഇരിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. രാഷ്ട്രീയ സ്ഥിതി എവിടെ വേണോ മാറാം, എങ്ങനെ വേണേ. അപ്പോ അതുകൊണ്ട് പുള്ളിക്കാരി ഒന്ന് ക്ഷണിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്.